ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് വീഡിയോ മീഡിയ അഗെയിൻ. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തായ്ഫിൽ ഒട്ടകങ്ങളെ മേയ്ക്കുന്നിടത്താണ് വന്നേക്കുന്നത്. ഇവിടെ വന്നത് ഞാനും അജിൻസും കൂടാണ്. ഇവിടെ വന്നത് വേറൊന്നിനുമല്ല, നമ്മൾ ഒട്ടകപ്പാൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ടൈമാണേ. അതുകൊണ്ട് ഇവൻ നമ്മുടെ അടുക്കലോട്ട് വന്ന് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കുന്നു. അപ്പോൾ അജിൻസ് എന്നോട് പറഞ്ഞു കൂടുതലങ്ങ് അടുക്കണ്ട, ഇവൻ കയറി കടിച്ചൊക്കെ പറിക്കുമെന്ന്. ശരി, ഇവന് പല്ലൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇനിയും കടിച്ചു വല്ലതും പറിച്ചു കഴിഞ്ഞാൽ പണിയാകത്തില്ലയോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നൈസായിട്ട് അങ്ങ് മാറിയേ. ഇപ്പോഴേ ഇവിടെ നമുക്ക് കാണാം, ഈ ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാലേ ഈ കറക്കുന്ന ഒട്ടകത്തിൻ്റെ ഒരു കാല്, മുമ്പിലത്തെ ഒരു കാല് കെട്ടി വെച്ചേക്കും. കണ്ടോ, മടക്കി കെട്ടി വെക്കും. അപ്പോൾ അതിന് ഒറ്റക്കാലയിൽ വേണം, ഫ്രണ്ടിലത്തെ ഒരു കാലും ബാക്കിലത്തെ രണ്ട് കാലും കുത്തിയാണ് നിൽക്കുന്നത്. അപ്പം ഇത് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ തട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് കറക്കുന്ന കാണാനും ഭയങ്കര രസമാണ് കേട്ടോ ഓട്ടത്തിനെ. കണ്ടോ, ഇത് ലൈവായിട്ട് നമ്മൾ കാണിക്കുകയാണേ. ഇങ്ങനൊന്നും വീഡിയോകളൊന്നും ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല, ചുരുക്കമായിരിക്കും. പിന്നെ നമ്മൾ ഈ കറക്കുന്നതിന് മുമ്പേ ഈ അകിടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സഞ്ചി വെച്ച് ഇവരിങ്ങനെ മൂടി വെച്ചേക്കും. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു ചിന്താഗതിയിൽ അത് ഈ മറ്റേ കുട്ടിയോട്ടം വന്ന് കുടിക്കാതിരിക്കാനായിരിക്കാം. ഒരു സഞ്ചി വെച്ച് ഇങ്ങനെ മറച്ച് കെട്ടി വെക്കും. കണ്ടോ, കുട്ടിയോട്ടം അതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഓടിച്ചു വിട്ടിട്ട് വേണം, അജിൻസിനെയാണ് അത് ഏൽപ്പിച്ചേക്കുന്നത് അതിനെ ഓടിക്കാൻ. കണ്ടോ, അജിൻസ് കമ്പും കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അജിൻസാണ് അതിനെ ഓടിച്ചു വിടുന്നത്. അപ്പം പുള്ളി പറഞ്ഞ് അത് വരുമ്പോൾ അതിനെ മോന്തയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി 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 അതിനെ മാറ്റണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് വന്ന് ഇതിനകത്ത് തലയിടുകയോ അല്ലെങ്കിൽ ഇത് കുടിക്കുകയോ ചെയ്യുമേ. അപ്പം അതിന് വേണ്ടി നമ്മൾ അതിനെ മാറ്റി മാറ്റി നിർത്തും. നമ്മൾ പറഞ്ഞു വന്നത്, ഇത് 3 കാലയിലാണ് നിൽക്കുന്നത്. ഒരു കാലം മടക്കി കെട്ടി വെക്കും. മടക്കി കെട്ടി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാടുവോ തട്ടുവോ ഒന്നും ചെയ്യാതിരിക്കാനാണ്. കണ്ടോ, കറന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും പാല് വന്നു. നിമിഷ നേരം കൊണ്ട് അത് കറന്നെടുത്ത്. കണ്ടോ, നമ്മുടെ അജിൻസിൻ്റെ കയ്യിലോട്ട് പുള്ളി അത് കൊടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തോളാനെന്നും പറഞ്ഞിട്ട്. മണ്ടയ്ക്ക് ഒത്തിരി പതയുണ്ട്, എന്നാലും ആ ഒരു പാത്രം നിറച്ച് പാല് നിമിഷ നേരം കൊണ്ട് കറന്നെടുത്തു. നമ്മുടെ ഈ നാട്ടിലെ പശുവിനെ ഒന്നും കറക്കുന്ന പോലല്ല, ഇത് ഭയങ്കര പെട്ടെന്ന് പാല് കിട്ടും കേട്ടോ. ഭയങ്കരമായിട്ട് കറന്നെടുക്കാൻ പറ്റും. അവർ ഇനി അരിച്ചെടുക്കുവാണ്, ആ ഒരു പ്രോസസ്സാണ് ഇപ്പം കാണുന്നത്. അത് അരിച്ച് തരിക. ചുമ്മാ ഇങ്ങനെ അരിച്ചിട്ട് ഇങ്ങനെ ആ പത തന്നെ കൊട്ടി അതിനകത്ത് ഇടുന്നുണ്ട്. പത അതിനകത്ത് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഏകദേശം ആ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കിട്ടി. 20 റിയാലാണ് അത്രയും പാലിന് കേട്ടോ. ഇത്രയും ഒട്ടകപ്പാലിന് നമുക്ക് ചാർജ് ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള പാലാണ്. ഇത് കവറിലോട്ട് ഒഴിക്കുന്നതും ഒരു ടെക്നിക്കാണ്. കണ്ടോണം, ആ പാത്രത്തിൽ നിന്ന് നേരെ അങ്ങോട്ടങ്ങ് കമത്തുക. മനസ്സിലായി, അത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഒറ്റ കമത്തങ്ങ് കമത്തും. സിമ്പിൾ പരിപാടിയാണ്. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനും വെളിയിൽ പോവും. ഇവർ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്ത് കൈ കിട്ടും. അത് അജിൻസ് മേടിക്കുന്നു. അജിൻസ് മേടിച്ച് 20 റിയാലും കൊടുത്ത് നമ്മളവിടുന്ന് പുള്ളിയോട് പറഞ്ഞിട്ടും മാറി ഇനി പോരുവാണേ. അപ്പോൾ ആ ഏരിയയിൽ ഒരു 3-4 കൂട്ടങ്ങളുണ്ട് ഇങ്ങനെ. അതായത് ഈ ഒരു ഏരിയ ഒട്ടകങ്ങൾ മാത്രമാണേ. ഇവിടെ ഇങ്ങനെ വലിയ മൈതാനം പോലൊക്കെ ആ കാറിൻ്റെ അങ്ങേ സൈഡിൽ കണ്ടോ, അവിടെ ഒരു കൂട്ടം ഒട്ടകമുണ്ട്. ഈ പുള്ളിയുടെ ഒരു കൂട്ടം ഒട്ടകമുണ്ട്. അങ്ങനെ ഒരു 5-6 കൂട്ടം ഒട്ടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലോട്ട് നമ്മളിങ്ങനെ കാറിൽ പോവുകയാണേ. അവിടെയും ഒരു കൂട്ടം ഒട്ടകങ്ങളുണ്ട് കേട്ടോ. അതിനെ ഞാൻ കാണിക്കാം. കണ്ടോ, അങ്ങ് ദൂരെ കണ്ടോ, നേരെ മുമ്പിൽ അതും വേറൊരു കൂട്ടം ഒട്ടകമാണ്. അപ്പോൾ അങ്ങനെ പലയിടത്തായിട്ട് ഇവരിങ്ങനെ ഈ ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വിൽക്കാൻ നിൽക്കുമെന്നാണ് അജിൻസ് പറഞ്ഞത്. അജിൻസ് മിക്കവാറും ഒട്ടകപ്പാൽ മേടിക്കാറുണ്ട്, അതുകൊണ്ട് ചായയൊക്കെ ഇടാറുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഫാറ്റാണ് ഒട്ടകത്തിൻ്റെ പാലിന് കേട്ടോ. നമ്മൾ സാധാ മിൽക്ക് മേടിച്ചിട്ട് 1 ഗ്ലാസ് മിൽക്കിന് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കുമെങ്കിൽ ഇതിന് 1 ഗ്ലാസ് മിൽക്കിന് 2 ഗ്ലാസ് വെള്ളം ചേർത്തില്ലേ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടത്തുള്ളൂ പാല്. അപ്പോൾ അതുപോലൊക്കെ ഇതാണ്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ തിളപ്പിച്ച് വേണം ഉപയോഗിക്കാനും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഇത് പച്ചയ്ക്ക് കുടിക്കാറുമുണ്ട്. ഓക്കെ, താങ്ക് യു.